താരമൊന്നുമില്ല, ആരാണെങ്കിലും അത് താരം, എവിടെ താരം പോകുന്ന ദിവസം കാണിച്ച് ചെയ്യുന്ന താരമൊന്നുമില്ല. അതിനും ഈ പറഞ്ഞത് ഏത് ആളാണെങ്കിലും ശിക്ഷ കൊടുത്തിരിക്കണം. അത് മാക്സിമം കൊടുക്കാവുന്ന കൊടുക്കണം. പക്ഷേ ഈ ഒരു പോക്ക് വെച്ചിട്ട് മുമ്പോട്ട് എങ്ങനെയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ലാലേട്ടൻ വരെ രാജിവെച്ചു, എല്ലാവരും രാജിവെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു പ്രശ്നം, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഓടി എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചോടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതേപോലെ പറഞ്ഞത്, ഇപ്പം നമ്മൾ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു മോശം കാലം വന്നേക്കുന്നു. അതിലിങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ തരണം ചെയ്യുക, ക്ലിയർ ചെയ്യുക, പിന്നെ ഇനി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ വരുത്തണം. മറിയമ്മക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ 5 നൈറ്റ് ഫുൾ നൈറ്റ് ഞാൻ നിൽക്കുക, വെളുക്ക് 6 മണി വരെ ഷൂട്ടാണ്. സിനിമ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഒറ്റ ഷോട്ടേ ഉള്ളൂ ഞാൻ തൂണേച്ചാരി നിൽക്കുന്നത്. പക്ഷേ 5 ദിവസം ഫുൾ നൈറ്റ് ഞാനവിടെ ഷൂട്ട് നിന്നു. നമ്മൾ ഡേറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടോ, അവരുടെ ആ പേയ്മെൻറ്റ് മേടിച്ച് ചെയ്യണമല്ലേ, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മൾ ചെയ്യണം. അവർ പറയുന്ന സമയത്ത് ഷൂട്ട് ചെയ്യണം, ഏത് സമയത്താണെങ്കിലും. ഓൾമോസ്റ്റ് എല്ലാ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഞാൻ ചെയ്യുന്ന പടത്തിലാണെങ്കിൽ എല്ലാവരും ഞാനായിട്ട് ഭയങ്കര സിങ്കായിരിക്കുള്ളൂ. കാരണം അത്രയ്ക്ക് കൂട്ടാണ് എനിക്ക് ഇവരായിട്ടൊക്കെ. അപ്പോൾ ഇവർ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അർദ്ധരാത്രി വരെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് എണീറ്റ് ഇവർ വന്ന് അതിനു മുമ്പ് അവിടെ ചെന്നിട്ട് എല്ലാം ചാർട്ട് ചെയ്യണം, കാര്യങ്ങളെല്ലാം അന്ന് നടന്ന ഷൂട്ടിൻ്റെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെയ്യണമെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ സൈഡിലിരിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് ഡയറക്ടർ ആയിക്കോട്ടെ, ഇദ്ദേഹം ആ മോണിറ്ററിൻ്റെ അടുത്ത് ഇരുന്നുണ്ട് ആക്ഷനും കട്ടും പറയാനും ഫ്രെയിം നോക്കുന്നതും എല്ലാം ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ രാപകലില്ലാതെ ഒരു പണിയെടുക്കുന്നത്, ഇത്രയും പേര് പണിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ആ ഡയറക്ടറാണ് കൊടുക്കേണ്ടത്. ഞാൻ ഈ ജാക്കിച്ചാൻ്റെ പടത്തിൽ അഭിനയിക്കണത് അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പടം, ചേട്ടാ ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണ്, ജാക്കിച്ചാനെ വെച്ച് പടം ചെയ്തതിൽ എന്നെ വിളിക്കുമ്പോൾ ലോ ബഡ്ജറ്റാട്ടോ അത് ഞാൻ പറഞ്ഞത്. ഒരു വെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടേക്ക് ഒഴുകി ആ ചൂടുള്ള ഭക്ഷണം വാരി കഴിക്കുന്ന അമ്മമാരെ ചേച്ചിമാരൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി പ്രണവ് മോഹൻലാൽ, ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു പടം നടക്കുമ്പോഴത്തേക്ക്, തോപ്പിൽ ലൈഫ് ഓഫ് ജോസൂട്ടി നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ വേരിലിരുന്ന് ഇവൻ ഭക്ഷണം കഴിക്കണേ കണ്ടിട്ടുണ്ട്, പ്രണവ് ഭക്ഷണം കഴിക്കണേ കണ്ടിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അതെന്താണെന്ന് അറിയാമോ, അവർ തന്നെ അങ്ങോട്ട് മാറി അങ്ങ് പോകും. ഞാൻ പറയട്ടെ, ഇവിടെ വന്നിരുന്ന് കഴിക്കും, നമ്മൾ പറഞ്ഞാലും ഒരിക്കലും വരില്ല. നമസ്കാരം, സാജു നവോദയാണ് ഇന്ന് മീഡിയ വണ്ണോടൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ മലയാള സിനിമ ഒരു 2024 വളരെ ഗ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സിനിമകളെ ബാധിക്കുകയും ഇൻഡസ്ട്രിയെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത്? അല്ല, സിനിമകളെ ബാധിക്കില്ല, സിനിമ ഇൻഡസ്ട്രിയിലും ബാധിക്കില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഇതിപ്പോൾ എല്ലാ മേഖലയിലും ഇതുപോലെ ഒരു പ്രശ്നമാണ്. നമ്മളെപ്പോഴും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിലും ഇടയ്ക്ക് നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് ഏത് മേഖലയിലാണെങ്കിൽ വരാൻ പാടില്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ മനസ്സുകൊണ്ട് ഞാൻ പോലും ആഗ്രഹിക്കാത്ത, നമുക്ക് ഇഷ്ടപ്പെടാത്ത, ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് തന്നെ അത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം പുറത്തു വരികയാണ്. അപ്പോൾ അതിന് വളരെ റെവല്യൂഷണറി ആയിട്ടാണ് മറ്റ് ഇൻഡസ്ട്രികളാണെങ്കിലും മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിലും ഓഡിയൻസ് ആണെങ്കിലും അതിനെ സ്വീകരിക്കുന്നതും അതിൽ പറയുന്ന ഒരുപാട് മാറ്റങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതിനോടും ഇതേ ഒരു ടേക്കാണോ ഉള്ളത്? ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാനിത് വായിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ പഠിക്കുന്ന സോഷ്യൽ സ്റ്റഡീസ് ഞാൻ കറക്റ്റായിട്ട് വായിച്ചിട്ടില്ല. വായിച്ചത് ഞാൻ 10ാം ക്ലാസ് മുമ്പ് പാസ്സായത്. അപ്പോൾ ഈ പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ഇതിൽ റിപ്പോർട്ട് വായിക്കുന്നതോ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി. പ്രൈമറി ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് ഈ ആരോപിക്കപ്പെട്ടേക്കുന്ന അവർക്ക് ഇതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് കോടതി കറക്റ്റായിട്ട് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ മാക്സിമം അവർക്ക് ശിക്ഷ കൊടുക്കുക. ആരോപിക്കപ്പെട്ടേക്കണം, ആരോപിച്ചവർ നമ്മൾ ഇരാന്നൊന്നും ഞാൻ പറയുന്നില്ല. സഹോദരിമാർ ഒത്തിരി പേര്, അവർക്ക് ഇതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ന്യായം കിട്ടണം. അതല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളില്ലയോ, അതിൽ ഏതെങ്കിലും ഒരാൾ ഇത് ജെന്യൂൻ അല്ലാത്ത കേസാണെങ്കിൽ അവർക്ക് ന്യായം കിട്ടണം. എന്തായാലും തെറ്റ് ഏത് ഭാഗത്താണ് സംഭവിച്ചെങ്കിലും അതിൽ മാക്സിമം കൊടുക്കാൻ പറ്റിയ ശിക്ഷ കൊടുക്കണം. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് തന്നെ ഈ ലൈംഗിക ആരോപണങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സഹസംവിധായകരായിട്ടുള്ള ആളുകൾക്ക് ഇവരെല്ലാവരും ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ സെറ്റിൽ കൂടുതൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരം എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒരു താരപരിവേഷത്തിലേക്ക് വരുന്നത് പോലെയല്ല അതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ ഒരു വ്യത്യാസം, അത്തരം സംഭവങ്ങൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആദ്യം മാറേണ്ടത് ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റുകളൊന്നും മാറണം. ആർട്ടിസ്റ്റ് ആ ലെവലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ചിന്തപ്പാടാണെങ്കിൽ ഒരിക്കലും ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ആർട്ടിസ്റ്റ് ആയിരിക്കുള്ളൂ.
അല്ലേ? അത്ര ഒരു സ്ഥിതിയാണ് ഞാൻ പറയട്ടെ, അവർ പറഞ്ഞു തീർക്കട്ടെ. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത്, ഇപ്പോൾ അർജൻറ്റീന കളിക്കുന്നത്, അതിൽ മെസ്സിയാണ് നമ്മളെല്ലാവരും മനസ്സിലുള്ളത്. മെസ്സി ഒറ്റക്ക് കിടന്ന് കളിച്ച് ഗോൾ അടിക്കാൻ പറ്റുമോ? അപ്പോൾ 11 പേരും ഒരേ മനസ്സോടുകൂടി കളിക്കണോണ്ടാണ് ആ ഗോൾ അടിക്കുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, അത് പബ്ലിക്കിനെ കാണാൻ പാടുള്ളൂ. ഈ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഇടയിൽ ഞാൻ വലുതെന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഞാൻ അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പല ലൊക്കേഷനിൽ പോകുമ്പോഴും ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നേക്കാണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് എല്ലാവരും കഴിക്കുന്ന അതിലുള്ള ആളാണ്. അപ്പോൾ ഈ ചുറ്റുവട്ടത്ത് ഞാൻ മരത്തിൻ്റെ ചുവട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി വെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ ഒഴുകി ആ ചൂടുള്ള ഭക്ഷണം വാരി കഴിക്കുന്ന അമ്മമാരെ ചേച്ചിമാരൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി പ്രണവ് മോഹൻലാൽ, ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു പടം നടക്കുമ്പോഴത്തേക്ക്, തോപ്പിൽ ലൈഫ് ഓഫ് ജോസൂട്ടി നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ വേരിലിരുന്ന് ഇവൻ ഭക്ഷണം കഴിക്കണേ കണ്ടു, പ്രണവ് ഭക്ഷണം കഴിക്കണേ കണ്ടിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അതെന്താണെന്ന് അറിയാമോ, അവർ തന്നെ അങ്ങോട്ട് മാറി അങ്ങ് പോകും. ഞാൻ പറയട്ടെ, ഇവിടെ വന്നിരുന്ന് കഴിക്കും നമ്മൾ പറഞ്ഞാലും ഒരിക്കലും വരില്ല. ഡയറക്ടർ ഇരിക്കുന്നിടത്ത് ഒന്നും കഴിക്കില്ല അങ്ങനെ. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഭക്ഷണം മാത്രമല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ഈക്വാലിറ്റി വേണമെന്ന് നമ്മൾ പറയണമെങ്കിലും, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ SIക്ക് ഒരു ചെയർ ഉണ്ടാവും, അവിടെ കയറി കോൺസ്റ്റബിൾ ഇരിക്കുമോ? ഇല്ല. അത് എല്ലായിടത്തും നമുക്ക് ഈക്വാലിറ്റി പറയാം, പക്ഷെ പ്രവൃത്തിയിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞ മോളുടെ ഓഫീസിൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ മാനേജറുടെ കസേര കയറി മോൾ ഇരിക്കുമോ? അത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ചോദിക്കട്ടെ, ഇരിക്കുമോ? ഇല്ല, ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ആ മാനേജർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ഏത് രീതിയിലാണ്? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളായിട്ടല്ലേ? അപ്പം നമ്മൾ മനസ്സുകൊണ്ടൊരു പൊസിഷൻ കൊടുത്താലും ബാക്കി നമ്മളെല്ലാവരും, ഇപ്പം എനിക്ക് ഒരു പൊസിഷൻ മോള് തന്നാലും ഞാൻ എൻ്റെ കൂടപ്പുറപ്പായിട്ടോ അല്ലെങ്കിൽ എൻ്റെ സഹപാഠിയായിട്ടോ സുഹൃത്തായിട്ടോ ഞാൻ അങ്ങനെ കാണണം. അല്ലാതെ അത് അങ്ങനെ അത് അവിടെ നിൽക്കട്ടെ ആ രീതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും പ്രശ്നമാകും. ഓക്കെ, ഞാൻ ഈ ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴും ഇപ്പം ക്ലാസ് ഡിഫറൻസ് ഉണ്ട്, അത് സോഷ്യൽ ഫാക്റ്റ് ആണ്. സമൂഹത്തിൽ എല്ലാ തരത്തിലും ക്ലാസ് ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്, ഹയറാർക്കികൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇതിനിടയിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ സംഭവിക്കുന്നു മലയാള സിനിമയിൽ എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് വരുന്നതും പുതിയ ചർച്ചകൾ ഉണ്ടാകുന്നതും. ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവണതകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, മലയാള സിനിമയിൽ ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ കാര്യം തന്നെ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വരുന്നത്. ഇപ്പം അതിൽ സമയപരിധി ഇല്ല, അവർക്ക് ബാറ്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത്തരം പ്രവണതകൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതിലൊരു റെസ്പോൺസ് ഫെഫ്ക പോലും തന്നിട്ടില്ല. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അതേസമയം നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റ് ഇൻഡസ്ട്രിയിലുള്ള, ഇപ്പം നമ്മൾ സംസാരിച്ച മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഈ ഏറ്റക്കുറച്ചിലുകളും ഹയറാർക്കിയൽ ഡിഫറൻസും ആണ്. പക്ഷെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഈ രീതിയിലല്ല സംഭവിക്കുന്നത്. അവിടെ ചൂഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് നിലനിൽക്കുന്നുണ്ട് എന്നാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാക്ടിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിലെന്താണെന്ന് പറയാം, ഞാനിപ്പോൾ ഒരിക്കലും എനിക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ അഭിനയത്തിൻ്റെ ഒരു മേഖല ആയത് കാരണം ഞങ്ങളുടെ രീതി അങ്ങോട്ട് പോവുള്ളൂ. ഇതിനുള്ളിൽ ഈ ഡയറക്ഷൻ ഫീൽഡിൽ നടക്കണതോ ഇവരെ വീട്ടിൽ വൈകിട്ടത്തെ കാര്യമൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഞാൻ ചെയ്യുന്ന പടത്തിലാണെങ്കിൽ എല്ലാവരും ഞാനായിട്ട് ഭയങ്കര സിങ്കായിരിക്കുള്ളൂ. കാരണം അത്രയ്ക്ക് കൂട്ടം എനിക്ക് ഇവരായിട്ടൊക്കെ. അപ്പോൾ ഇവർ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അർദ്ധരാത്രി വരെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് എണീറ്റ് ഇവർ വന്ന് അതിനു മുമ്പ് അവിടെ ചെന്നിട്ട് എല്ലാം ചാർട്ട് ചെയ്യണം, കാര്യങ്ങളെല്ലാം അന്ന് നടന്ന ഷൂട്ടിൻ്റെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെയ്യണമെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ സൈഡിലിരിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് ഡയറക്ടർ ആയിക്കോട്ടെ, ഇദ്ദേഹം ആ മോണിറ്ററിൻ്റെ അടുത്ത് ഇരുന്നുണ്ട് ആക്ഷനും കട്ടും പറയാനും ഫ്രെയിം നോക്കുന്നത് എല്ലാം ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ രാപകലില്ലാതെ ഇവർ പണിയെടുക്കുന്നത്, ഇത്രയും പേര് പണിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ആ ഡയറക്ടറാണ് കൊടുക്കേണ്ടത്. പ്രൊഡ്യൂസർ സൈഡോ അഭിനയിക്കുന്നവർ ആരുമല്ല കൊടുക്കേണ്ടത്, ഈ ഡയറക്ടറാണ് കൊടുക്കേണ്ടത്. ഈ നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഇവരുടെ ബ്ലഡ് പമ്പ് ചെയ്യണത്, ഇവരെൻ്റെ കൂടെ വേണമെങ്കിൽ ഈ എൻ്റെ ആൾക്കാരായിട്ട് കണ്ടും മറ്റൊരു സ്ഥലത്ത് നിന്നവർക്ക് ചായ വേണ്ട സമയത്ത് ചായ അവർക്ക് കൊടുക്കുക, ഉറങ്ങാൻ സമയത്ത് അവർ ഉറങ്ങാൻ വിടുക, അതൊക്കെ പുള്ളിയുടെ ഉത്തരവാദിത്വം. ഈ ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ കൈയാണ് ഈ 10 വിരലാണ് ഈ ബോഡി നടക്കണം എന്നുള്ള രീതിയിൽ പുള്ളി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഇൻഡസ്ട്രി ഉണ്ടോ? എനിക്കറിയാം പിള്ളേരാ ഇവർ ഈ നൈറ്റ് ഫുള്ള് ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ തൂങ്ങി അടിച്ച് നിൽക്കണമൊക്കെ ഞാൻ കാണാറുണ്ട്. അഭിനേതാക്കളുടെ കാര്യത്തിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങളുണ്ട്, ഈ പറഞ്ഞ പോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ സമയപരിധിയിൽ കൂടുതൽ അഭിനയിക്കേണ്ടി വരും പ്രത്യേകിച്ച്? അല്ല, ഇതിപ്പോൾ അഭിനയിക്കുള്ള അവരുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമയിൽ വിളിച്ച് പെർ ഡേ ഇത്ര രൂപ വെച്ച് എനിക്ക് പേയ്മെൻറ്റ് തരണം. ആ പെർ ഡേ എനിക്ക് ഇത്ര പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പെർ ഡേയിൽ ഏത് ഡേയിൽ അവർ പറഞ്ഞ സമയത്ത് ഷൂട്ട് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാ, നമ്മൾ ചെയ്യണം. അതാണ് നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കടമ. കാരണം നമ്മൾ ആ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് പോണതാണ്. മറിയമുക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ 5 നൈറ്റ് ഫുൾ നൈറ്റ് ഞാൻ നിൽക്കുക, വെളുക്ക് 6 മണി വരെ ഷൂട്ടാണ്. സിനിമ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരൊറ്റ ഷോട്ടേ ഉള്ളൂ ഞാൻ തൂണേച്ചാരി നിൽക്കുന്നത്.
പക്ഷെ 5 ദിവസം ഫുൾ നൈറ്റ് ഞാനവിടെ ഷൂട്ട് തന്നു. നമ്മൾ ഡേറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടോ, അവരുടെ പേയ്മെൻറ്റ് മേടിച്ച് ചെയ്യണമല്ലേ, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മൾ ചെയ്യണം. അവർ പറയുന്ന സമയത്ത് ഷൂട്ട് ചെയ്യണം, ഏത് സമയത്താണെങ്കിലും. അതിൽ നമ്മളെ കൊന്നോ കൊല വിളിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഫുൾ നൈറ്റ് ഷൂട്ട് തന്നാലും ഉച്ചവരെ ഉറങ്ങാൻ വിടും, എന്നിട്ടേ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ഇതല്ല, രാവിലെ വരെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 9 മണിക്ക് വന്നെന്നുണ്ടെങ്കിൽ ആ സെറ്റിൽ അത്രയും പ്രതിസന്ധിയായിട്ടായിരിക്കുള്ളൂ, ഫണ്ടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തീർത്തു കൊടുക്കേണ്ട കാര്യത്തിലോ ഒക്കെ. അപ്പോൾ അവർ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. ഒരിക്കലും നമ്മളെ വിളിച്ചിട്ട് 9 മണിക്ക് ലൊക്കേഷൻ വന്നോട്ടാന്ന് പറയില്ല. അതെ 9 മണിക്കൊന്നും വരൂ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് തീർക്കണം ചേട്ടാ, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ അത് നമ്മൾ ചിലപ്പോൾ ചുണ്ടിത്തരം കാണിക്കണമായിരിക്കും. എന്നെ ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ചുണ്ടിത്തരം. നമ്മൾ പൈസ മേടിച്ചിട്ടാണ് ജോലി ചെയ്യണത്. ആ പൈസ മേടിച്ച് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ആ സമയത്ത് ചെയ്തു കൊടുക്കണമെന്നുള്ളത്. അത് എപ്പോൾ ചെയ്യിക്കണം, എങ്ങനെ ചെയ്യണമെന്ന് അവരുടെ തീരുമാനം. അത് ചേട്ടാ ഇപ്പൊ താരസംഘടനയിൽ കൂടെ ഉണ്ട്, അമ്മയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൂടെയാണ്. അപ്പൊ അമ്മയിൽ കൂട്ടരാജി വന്നു, എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് അതിന് റെസ്പോൺസ് വരുന്നുണ്ട്. അമ്മ ഒരു കൊള്ളസംഘമല്ല എന്ന് ലാൽ സാർ കഴിഞ്ഞ ദിവസം പറയാനുണ്ടായി. അപ്പം അത്ര ഒരു കൊള്ളാവുന്ന സംഘമോ? പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പം അമ്മയുടെ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ അമ്മ ഇപ്പം ഈ പ്രതിസന്ധിയെ നേരിട്ട രീതിയെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ വന്ന സമയം തൊട്ട് അമ്മ എന്താണെന്ന് എനിക്ക്, കാരണം എൻ്റെ അമ്മ പോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മളൊരു 10 മക്കളുണ്ടെങ്കിൽ 10 ഒരുപോലെ ഇരിക്കുമോ? അതിനിടയ്ക്ക് പ്രശ്നങ്ങൾ വരും, നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, ഇത് ചെയ്ത് എന്ന് ആരോപിക്കപ്പെട്ടവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി തെളിയിക്കുകയാണെങ്കിൽ മാക്സിമം ശിക്ഷ കൊടുക്കണം. എപ്പോഴും നമ്മൾ അവരുടെ കൂടെയാണ്, ഈ പറഞ്ഞ ഇര എന്ന് പറഞ്ഞ സഹോദരിമാരുടെ കൂടെ തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും, അല്ലാണ്ട് സംഘടന ഒന്നും പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷ കൊടുക്കണം. താരമൊന്നുമില്ല, ആരാണെങ്കിലും. അത് താരം, എവിടെ താരം? പോകുന്ന ദിവസം കാണിച്ച് ചെയ്യുന്ന താരമൊന്നുമില്ല. അതിനും ഈ പറഞ്ഞത് ഏത് ആളാണെങ്കിലും ശിക്ഷ കൊടുത്തിരിക്കണം. അത് മാക്സിമം കൊടുക്കണം. ഇത് മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു മാറ്റമാകും. ഇനി മലയാള സിനിമയിലെ രീതികൾ മാറും, അല്ലെങ്കിൽ മലയാള സിനിമയോടുള്ള അപ്രോച്ച് മാറും എന്നുള്ള അഭിപ്രായം ഉണ്ടോ? അങ്ങനെയല്ല, പക്ഷേ ഇപ്പം നമ്മൾ ഈ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് നാളെ മുമ്പോട്ട് എങ്ങനെയാണെന്ന് പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനത് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് എല്ലാം സംസാരിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു പോക്ക് വെച്ചിട്ട് മുമ്പോട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ലാലേട്ടൻ വരെ രാജിവെച്ചു, എല്ലാവരും രാജിവെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു പ്രശ്നം, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഓടി എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചോടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതേപോലെ പറഞ്ഞത്, ഇപ്പം നമ്മൾ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു മോശം കാലം വന്നേക്കണ്. അതിലിങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ തരണം ചെയ്യുക, ക്ലിയർ ചെയ്യുക, പിന്നെ ഇനി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ വരുത്തണം. അതിനൊക്കെ ബാക്കി നമ്മളുടെയൊക്കെ എല്ലാ വലിയ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അത് കറക്റ്റായിട്ട് കാര്യം ചെയ്യും. അതാണ് ശുഭപ്രതീക്ഷയാണ്. നമ്മളതല്ലേ ഇപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മേനേക്കാളും നമുക്ക് വിദ്യാഭ്യാസം കൂടുതലാണെന്ന് കണ്ട് പിന്നെ നമ്മൾ അച്ഛനും അമ്മയൊന്നും ശ്രമിക്കും അവിടെ അവർ തന്നെ ഉണ്ട് അവിടെ. പക്ഷെ അത് നമ്മൾ അവർക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ടാവും. മക്കൾ വളർന്നു കഴിയുമ്പോഴത്തേക്കും മക്കൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് അവരും മനസ്സിലാക്കി തിരുത്തപ്പെടണം, എല്ലാം തിരുത്തപ്പെടണം. അപ്പം എല്ലാ തിരുത്തലുകളും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. നല്ല എന്താ പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. സിനിമ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, മറ്റ് അടുത്ത തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങൾ സംസാരിക്കുന്നതാണ്. ഒരേ സ്ഥലത്തിരുന്നിട്ട് നമുക്ക് എല്ലാം അറിയാൻ പറ്റണല്ലേ സിനിമ. അപ്പോൾ വളർന്നു തന്നെ കുഞ്ഞുമക്കളും ഇതൊന്നും കണ്ടല്ല, സിനിമ ഇതല്ല സിനിമ വേറെയാണെന്ന് അവർ മനസ്സിലാക്കണം. ആ രീതിയിലേക്ക് വന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഒരു മാറ്റം സിനിമയിൽ തീർച്ചയായിട്ടും ഒരുപാട് സിനിമകൾ ഈ ഒരു പ്രതിസന്ധിയെ കടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ, വരാനിരിക്കുന്ന സിനിമ. ഞാൻ ഈ ജാക്കി ചാൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത് അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പടം, ചേട്ടാ ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണ്, ജാക്കി ചാനെ വെച്ച് പടം ചെയ്തതിന് എന്നെ വിളിക്കുമ്പോൾ ലോ ബഡ്ജറ്റാട്ടോ അത് ഞാൻ പറഞ്ഞത്. സിനിമകൾ വരും, നല്ല നല്ല സിനിമകൾ വന്നു. സിനിമ ഇപ്പം ഇത്രയും നല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല സിനിമകൾ ഇവിടെ ഇറങ്ങണത്. കണ്ടന്റ് വൈസും എല്ലാം ഹിറ്റ്. ഇവിടെ മാത്രമല്ല, പുറത്ത് ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ നമ്മുടെ പടങ്ങൾ ഹിറ്റാണ്. പക്ഷെ അതിനിടക്കാണ് ഇതുപോലെ ഒരു പ്രശ്നം വന്നത്. സംഘടന ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നത്. അത് ഈ ഓണം റിലീസിന് അത് ബാധിക്കുന്നു. തീർച്ചയായിട്ടും ബാധിക്കും. ഓണത്തിന് ഒരു പടം വരാനിരിക്കുന്നുണ്ട്. അതെ. അതിനെ ബാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ജനങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമുക്ക് എന്ത് സിനിമയായാലും നാടകമായാലും മിമിക്രി ആയാലും എന്തായാലും ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതൊരിക്കലും മുമ്പോട്ട് പോകില്ല. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ മറ്റേത് ഫണ്ട് കൊണ്ടും സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ. പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളില്ലെങ്കിൽ ഈ സംഘടന ഇല്ല. ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകുന്ന സംഘടന നമ്മുടേതാണ്. ബാക്കി എല്ലാ സംഘടനകൾക്കും സംഘടനേതായിട്ടുള്ള ബലമുണ്ട്, സംഘടനയുടെ ബലം.
ഇത് പ്രേക്ഷകരുടെ കൂടെ. ഇത് പ്രേക്ഷകരുടെ ബലമാണ് നമ്മുടെ സംഘടന. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ തീരുമാനത്തിൽ നമ്മളെപ്പോഴും അവരുടെ തീരുമാനത്തിൽ വേറെ അവർക്ക് കാഴ്ചപ്പാട് വേറെ രീതി പോകാത്ത രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക. നമ്മുടെ സംഘടന അതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകുക. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സംഘടനയെ കൊണ്ട് ആ രീതിയിൽ പോവുക. അപ്പോൾ ഏറ്റവും സംഘടന അംഗത്വം കുറയണ സംഘടന ഏതാണെന്നറിയാം? അംഗത്വം കുറയുന്നത്, അംഗബലം കുറയണ സംഘടന. കുറേ നേരം സംഘടനയെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സംഘടനയുണ്ട്. അംഗബലം കുറയുന്ന സംഘടന എല്ലാ പ്രാവശ്യവും കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞില്ലാണ്ടാവും സംഘടന. ഏതാണ്? ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കുറേ നേരം സംസാരിച്ചല്ലേ, കുറേ സംഘടനയെ കുറിച്ച് പറഞ്ഞല്ലേ. എനിക്ക് മനസ്സിലായില്ല. ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ സംഘടന, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എല്ലാ വർഷവും കുറഞ്ഞ് അങ്ങനെ സംഘടന ഇല്ലാണ്ടാവും. കാലഘട്ടം പോട്ടെ. അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ സിനിമാ സംഘടനയ്ക്ക് ചെറിയൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട്, വലിയ പ്രതിസന്ധിയാണ്. അതെല്ലാം തരണം ചെയ്ത് ഇതിലും ഇങ്ങനെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റിയ കഴിവുള്ള ആൾക്കാരെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അവരത് ചർച്ചകൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എല്ലാം ഭംഗിയായി വരും. ശുഭപ്രതീക്ഷയിൽ നിൽക്കുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചത്. ഓക്കെ.